വെൽക്കം ബാക്ക് ടു സെയിം വ്ളോഗ്സ്. അപ്പോൾ നമ്മളിപ്പോൾ എണീക്കുന്നാണല്ലോ കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ടൈമൊക്കെ 8:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ അടുത്ത് കുറച്ച് നേരം കൂടി ഒന്ന് കിടത്തി. അപ്പോൾ ആളിതാ ഉപ്പാനെ വീഡിയോ കോളിൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ കട്ടാക്കി എൻ്റെ കരച്ചിലാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ചായ വേണോ? ചായ എന്നാ വാ, ചായ തരാം. അങ്ങനെ ഇതാ ഇച്ചുവിന് ഫുഡ് കൊടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പം മുട്ട പൊങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ചായയും കൊടുക്കാൻ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ ആൾ ചിലപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കൂല കേട്ടോ. ചടക്ക് മുട്ടയ്ക്കും ഇടക്ക് കഴിക്കൂല, മൂട് പോലെ ഇരിക്കും കേട്ടോ. പിന്നെ എന്തായാലും അതാ ഒന്നൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. പിന്നെ ഇതാ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് ദോശയും അതുപോലെ തന്നെ തലേ ദിവസത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയായിരുന്നു എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് കിച്ചുവിനും കൂടി തിന്നാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ പാൾ ഇറച്ചിയും മീനൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ അതാട്ടോ കഴിക്കുള്ളൂ, ദോശ ഇതൊന്നും കഴിക്കില്ല. അപ്പോൾ അങ്ങനത്തെ ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈം ആയപ്പോഴത്തേക്ക് ഇതാ അസ്ലു വന്നിട്ടുണ്ട് കേട്ടോ ടി വി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൾ കാർട്ടൂണൊക്കെ കാണുകയാണ്. പിന്നെ അസ്ലു എനിക്ക് ചോക്ലേറ്റൊക്കെ കൊടുത്തപ്പം അപ്പോൾ അത് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കഞ്ഞിയും കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നുണ്ട്. ആ ഒരു കഞ്ഞി കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്കായിരുന്നു ഓന് ചോക്ലേറ്റൊക്കെ കൊടുത്തത് കേട്ടോ. ഇതാ ഇവിടെ ഫാത്തിമയും അമീനും എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും കൃത്യമായിട്ട് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് കേട്ടോ എല്ലാവരും തലയൊക്കെ ഇങ്ങനെ പൊന്തിച്ചിരിക്കുന്നത് കാരണം. അങ്ങനെ പിന്നെ തയ്ച്ചു. പിന്നെ അസ്ലുവിൻ്റെ അടുത്തേക്ക് പോയി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ അടുത്തിന് പാക്കറ്റും കൂടെ ഉണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ഒരു ഉച്ചയ്ക്ക് ശേഷം ഇച്ചു പോകണം എന്നുകൊണ്ട് ഭയങ്കര കരച്ചിൽ കേട്ടോ. അങ്ങനെ പിന്നെ തറവാട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതാട്ടോ സുനിയേട്ടൻ്റെ വീട്ടിലെ കണിക്കൊന്ന പൂത്തത്. അപ്പോൾ അതൊന്നും തീർന്നിട്ടില്ല, ഇപ്പോഴും ഇങ്ങനെ പൂത്തോണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പം തറവാട് വീടിൻ്റെ റിനോവേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ കൂടാനായിട്ടില്ല കേട്ടോ. പിന്നിപ്പം കാക്കയൊക്കെ പണി എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അകത്ത് കയറി അപ്പിച്ചുതാ ആദ്യം ഇങ്ങനെ തള്ളിയിടുകയൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. ബെഡിലായതുകൊണ്ട് വലിയ വിഷയമില്ല. അപ്പം അങ്ങനെ പിന്നെ കുറേ കഴിഞ്ഞ് ഫാത്തിമയും അസ്ലുമൊക്കെ ഓനെ കൊണ്ടാക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൊണ്ടാക്കാൻ വന്നപ്പോൾ മിച്ചു പിന്നെയും തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ നടന്നു പോവുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓന് ഓരോപ്പം അവിടെ മക്കളൊപ്പം കളിക്കുകയായിരുന്നു കേട്ടോ. അവിടെ നിന്നിട്ട് ഓനിക്ക് കുട്ടികളെ കിട്ടിയാൽ മതി. അപ്പം പിന്നെ വലിയ സീനില്ല കേട്ടോ, നമ്മളില്ലെങ്കിലും വലിയ കുഴപ്പമില്ല ആൾക്ക്. അങ്ങനെ ഫാത്തിമ അകത്തേക്ക് കയറ്റുന്നുണ്ട്. ഓന് പിന്നെയും ഇറങ്ങി പോവാണ്ടോ. അപ്പോൾ അവൾ വേഗം ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഗിൽസൊക്കെ പൂട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതായിച്ചു സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. പിന്നെ വൈകുന്നേരം ഇതായപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ 2 ദിവസമായിട്ട് ഭയങ്കര മഴയാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. കാരണം ഈ ചൂടിന് മഴ വരുമ്പോൾ നമുക്ക് നല്ലൊരു ആശ്വാസം, പിന്നെ എന്താ ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ അതാണ് കേട്ടോ. ഇപ്പോൾ അത് കഴിഞ്ഞ ദിവസം മഴ പെയ്തതും ഭയങ്കര മഴയായിരുന്നു. ഇടിയും മിന്നലും മഴയും ആലിപ്പഴമൊക്കെ വീണിട്ട് നല്ല മഴയായിരുന്നു കേട്ടോ. കറണ്ട് വരെ ഇല്ലായിരുന്നു ഞങ്ങൾക്കൊന്നും. രാത്രി 10:30 കഴിഞ്ഞതിന് ശേഷം ഉണ്ടോ കറണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഇത് പിന്നെ മഴ ഉണ്ടെങ്കിലും പക്ഷെ കറണ്ടൊന്നും പോയിട്ടില്ല. അങ്ങനെ പിന്നെ എൻ്റെ ഉമ്മ വന്നതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി ചായയൊക്കെ കുടിക്കുകയാണ്. രാവിലെ ഉണ്ടാക്കിയ ദോശയും അതുപോലെ തന്നെ റിസ്ക്കും ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നിസ്കാരം ഓത്തും ഒക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി ഫുഡ് കഴിക്കാൻ ഡിന്നർ കഴിക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ പാത്രത്തിൽ നിന്ന് മുളകും അതുപോലെ തന്നെ നമ്മൾ ഉണക്കൂലേ, അപ്പോൾ ഉണക്കിയ മുളകും അതുപോലെ തന്നെ വടുവയൊക്കെ എടുക്കുകയാണ് കേട്ടോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ സുനിയുടെ നമുക്ക് കണ്ണിമാങ്ങ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവിടെ ഭയങ്കര മഴയാണ്. അപ്പോൾ മഴയത്ത് മാങ്ങേൻ്റെ കൊമ്പൊക്കെ വീണിട്ടുണ്ട് കേട്ടോ. ഒടിഞ്ഞ് വീണതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് മാങ്ങ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ആ മാങ്ങയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ണിമാങ്ങ അച്ചാറിടാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ നെറ്റോട് കൂടിയിട്ട് കല്ലുപ്പിട്ടിട്ട് ഇട്ട് വെക്കില്ല, അപ്പം അങ്ങനെ ഇട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ല രാവിലെ കഴുകി വെച്ചിട്ടുള്ളതായിരുന്നു അത്. അപ്പം തുടച്ചിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പം തീരെ വെള്ളത്തിൻ്റെ അംശം പാടില്ല നമ്മൾ കണ്ണിമാങ്ങ അച്ചാറൊക്കെ ഇടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കേട്ടോ. അങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇടുന്നുണ്ട്. അപ്പം ഭരണി ഇല്ല കേട്ടോ, ഭരണി പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് കുപ്പിയിൽ ഇടുന്നത് കേട്ടോ. അപ്പം നല്ലത് നമ്മൾ ഭരണിയിലൊക്കെ ഇടുന്നതാണ്. ലാസ്റ്റ് അതിൻ്റെ മുകളിലായിട്ട് കല്ലുപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പൊടിയുപ്പിനെക്കാട്ടിൽ യൂസ് ചെയ്യേണ്ടത് കല്ലുപ്പാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉമ്മ ചോറുന്നാൻ വേണ്ടിയിട്ടുള്ള പപ്പടും അതുപോലെ തന്നെ വടുവയും മുളകൊക്കെ പൊരിക്കുന്നുണ്ട് കേട്ടോ, ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒക്കെ കൂടിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് നിന്നതായിരുന്നു. പക്ഷേങ്കിൽ ഫുഡ് കഴിച്ച്
കഴിയുന്നതോടെ എനിക്ക് ഫുള്ള് ഛർദിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നതേ മൂഡ് ഓഫ് ആയിട്ടുണ്ട്. രാത്രി ഭയങ്കര ഛർദിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഒന്നും ആവുന്നുണ്ടായിരുന്നില്ല. ഫുഡ് കഴിച്ച് അങ്ങനെ തന്നെ ഛർദിച്ച്, എന്താ പറ്റാത്തതെന്ന് അറിയില്ല. ചിലപ്പം വടുവേൻ്റെ ഇത് ഗ്യാസ് ആണോന്നും അറിയില്ല കേട്ടോ. ചിലർ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ ചിലപ്പോൾ അതും അറിയുന്നുണ്ട്, അതേ കൊണ്ടായിരിക്കും ഛർദിച്ചതെന്നൊക്കെ. പക്ഷെ ദിവസമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അന്നത്തെ ദിവസത്തിൻ്റെ മൂടൊക്കെ പോയി. ഭയങ്കര ഛർദിയെന്ന് അതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടു നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരായിരിക്കും. ബൈ.